പിന്നെ എന്തുണ്ടമ്മേ പുതിയ മരുമകളൊക്കെ വന്നിട്ട്? ഏ ആങ്ങളുടെ കല്യാണം പ്രമാണിച്ച് അവിടെ വീട്ടിൽ നിന്ന് ഒരാഴ്ച ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് പിടിപ്പത് പണിയായിരുന്നു. എന്റെ നടുവൊടിഞ്ഞമ്മേ. എന്റെ പൊന്നു സോളി മോളെ, ആരെങ്കിലും ഒന്നും നിർത്തത്തില്ലേ ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടി? ഒരാഴ്ച നീ അവിടുന്ന് മാറി നിന്നപ്പോഴത്തേക്കും ഒരാൾ പൊക്കത്തിൽ കരിയിലായി കാണുമല്ലോ, ചുറ്റും ഈ റബ്ബർ ആയതുകൊണ്ട്. ആ, ആളെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടേ? നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കൂലേ വെറുതെ? ഉം ഉം ഇവക്കേ പിശുക്കല്ലേ? ഇവളെ പോലെ ഒരു പിശുക്കിയുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ട്, സ്വത്തും ഉണ്ട്, പറമ്പിലൊക്കെ നല്ല ഇഷ്ടം പോലെ ആദായവും ഉണ്ട്. പിന്നെ എന്നാത്തിനാടി പെണ്ണെ ഇങ്ങനെ പിശുക്കുന്നേ? ചേച്ചിക്ക് അത് പറയാം, എനിക്ക് രണ്ട് പെൺപിള്ളാരാ. ഓ, അതുങ്ങളൊക്കെ എങ്ങനെ കെട്ടിച്ചു വിടുന്നു വിചാരിച്ചിട്ടാ? സ്വർണത്തിനൊക്കെ എന്നാ വിലയാ? എടി, പെൺപിള്ളേർക്ക് എന്തിനാ സ്വർണം ഉണ്ടാക്കുന്ന? എന്തിനാ? പെൺപിള്ളേർക്ക് സ്വർണത്തിനെ കഴിഞ്ഞ് ഡിമാൻഡ് ഇപ്പൊ പെൺപിള്ളേർക്ക്, അല്ലേ അമ്മേ? അത് നേരാ. പൊന്നുകൂടങ്ങൾക്ക് എന്തിനാടി പൊട്ട്? ഏ ആ, പെൺപിള്ളേരെ ഉണ്ടല്ലോ പഠിപ്പിക്കാൻ നോക്ക്, പഠിപ്പിച്ച് ജോലിയാക്കാൻ നോക്ക്. അതിനെ കഴിഞ്ഞും വലിയൊരു സമ്പാദ്യം വേറെ ഒന്നുമില്ല. എന്റെ മക്കളെ, നമുക്ക് സോണിമോളെ വിളിക്കണ്ടേ? സമയം 11:30 ആകാറായില്ലേ? ഒന്ന് വിളിച്ചാലോ? നിങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തില. ആ, ശരിയാണല്ലോ, അമ്മ പോയി വിളിച്ചേ. ആ കൊച്ചിന് ഭക്ഷണം കഴിക്കണ്ടേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ 11:30 ആയില്ലേ? ഇത്രയും താമസിച്ചൊക്കെയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? അതിന് വിശക്കിയല്ലേ? എഴുന്നേറ്റ് വരുമ്പോ എപ്പോഴും 11:30 ഒക്കെ ആകും. ഞാൻ പിന്നെ വിളിക്കാനൊന്നും നിൽക്കൊന്നുമില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വെക്കുവേ. ആ, അത്രയും താമസിച്ചിട്ട് ഏക്കുന്നേ. അവൻ കഴിഞ്ഞ ആഴ്ച മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ? ആ, എന്നെ വിളിച്ചായിരുന്നു ചേച്ചി, ഞാനിങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. ആ, അവൻ കഴിഞ്ഞ ആഴ്ച മുതൽ പണിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ ഇന്ന് പോയിട്ടില്ല, ഇന്ന് ലീവാ. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പോകാൻ തുടങ്ങിയതാ പണിക്ക്. അല്ല, അന്നേരം അവൻ രാവിലെ പോകുന്നതിന് മുമ്പ് എഴുന്നേക്കുവല്ലേ? ഇല്ലടി, അവൻ പോകുന്നതിന് മുമ്പ് എങ്ങനെ ഏക്കുന്നേ? അതല്ല ഞാൻ പറഞ്ഞ 11:30 ആകുമെന്ന് ഏക്കുമ്പം. ആ, കിടന്ന് ഉറങ്ങിക്കോട്ടെ ചേച്ചി, ഇപ്പത്തെ പിള്ളേരൊക്കെ അങ്ങനെയൊക്കെയാന്നേ. അല്ലേ, പിന്നെ ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ തുടങ്ങിയില്ലല്ലോ. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലെന്നൊക്കെ അവൻ പറഞ്ഞത്. എനിക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ടെന്നേ. ആ, കിടന്ന് ഉറങ്ങിക്കോട്ടെ അമ്മേ. അതിനിപ്പോ എന്നാ കിടന്ന് ഉറങ്ങുന്നതിനിപ്പം? എപ്പോഴാന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവരെ ഏക്കട്ടെ. പിന്നെ ഞാൻ ഈ വിശക്കുന്നത് കൊണ്ടാ ഞാൻ പറഞ്ഞത്, വയറ് വിശന്നാലേ. ഈ നൂഡിൽസ് ഒക്കെ രാവിലെ കഴിച്ച വിശപ്പ് പോവുമോ മോളെ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അതൊരു ഭക്ഷണമല്ലേ? വിശപ്പ് മാറാനല്ലേ കഴിക്കുന്നത്? അല്ല മോളെ, ഇതിന്റെ മസാലയൊക്കെ ശരീരത്തിന് ഭയങ്കര ദോഷമാണെന്നാ പറയുന്നത്. അത് ഈ വെറും വയറ്റിലൊക്കെ കഴിക്കുമ്പോഴേ. അമ്മ രാവിലെ അപ്പവും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ തിന്നുന്ന ശരീരത്തിന് നല്ലത്. അതൊക്കെ കഴിച്ചാൽ മതി കേട്ടോ രാവിലെ. അത് ചിലപ്പോ ഉണ്ടല്ലോ ചേച്ചി, അപ്പം ഒന്നും ഇഷ്ടമില്ലായിരിക്കും കൊച്ചിനെ. ചിലർക്ക് അപ്പം ഒന്നും ഇഷ്ടമില്ലല്ലോ, അപ്പവും കറിയൊക്കെ. അത് മോളുടെ ഇഷ്ടം എന്തൊക്കെയാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. മോൾ പറഞ്ഞാൽ മതി കേട്ടോ. അത് തന്നെ. നമുക്ക് എന്നതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുമല്ലോ, മോള് പറഞ്ഞാൽ മതി. അപ്പം ഇഷ്ടമില്ലെങ്കിലേ. ഞാൻ സ്ഥിരമായിട്ട് പണ്ട് മുതലേ നൂഡിൽസ് കഴിക്കുന്നതാ. എനിക്കിതുവരെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അയ്യോ, കല്യാണത്തിന് മുമ്പത്തെ പോലെ ഒന്നും അല്ല ഇനി. ഇനിയിപ്പോ നല്ല ആരോഗ്യമൊക്കെ വേണം ശരീരത്തില്. ഇനിയിപ്പോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? പ്രസവം, കാര്യങ്ങള്. ഇനിയിപ്പോ ആ ഒരു ലൈഫൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ല ശരീരമൊക്കെ നോക്കി കഴിക്കണം കേട്ടോ. അതെ അതെ, ഈ ആരോഗ്യമൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ, ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ആകെ ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനും ചേച്ചിയും കൂടെ. ഒക്കെ എല്ലാം മോക്കാ, ജ്യൂസ് അടിച്ച് കുടിക്കോ, എങ്ങനെ വേണേലും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇടയ്ക്ക് ചേച്ചി കൊണ്ടുത്തരാം. എടാ, നീ വന്നോ? എങ്ങനെയുണ്ടടാ കെട്ടിയാനൊക്കെ ആയി കഴിഞ്ഞിട്ട്? ആ, ചേച്ചി എപ്പോഴാ എത്തിയേ? ഞങ്ങള് രാവിലെ ഒരു 11 മണി ആകാറായപ്പോ എത്തി. ഞാനും ഉണ്ട്, മുത്തും ഉണ്ട്. മുത്ത് ദേ രാജമ്മ ചേച്ചിയുടെ വീട്ടില് പിന്നെ പേരക്കയുണ്ട്, അപ്പൊ അത് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് പോയേക്കോ. അപ്പൊ ഭയങ്കര ഇഷ്ടമല്ലേ പേരക്ക. കുഞ്ഞേച്ചിയുടെ പേരക്കാ കൊതി ഇതുവരെ പോയില്ലേ? അവന്റെ പേരക്കാക്കൊതി ഒന്നും മാറിയിട്ടില്ല. ഇതന്നെ നിന്റെ കയ്യില് നൂഡിൽസോ? എന്റെ പൊന്നു ചെറുക്കാ, നീ ആ പെൺകൊച്ചിന് ഈ നൂഡിൽസ് തന്നെ മേടിച്ചു കൊടുക്കാതെ വല്ല നല്ല വേറെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ നോക്ക്, ശരീരത്തിന് ഗുണമുള്ളത്. ഇപ്പൊ രാവിലെ നൂഡിൽസ്, ഉച്ചയ്ക്ക് നൂഡിൽസ്, ഇത് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന വയറിനൊക്കെ കേടാ മോനെ. ആ, അവളെന്ത് ചേച്ചി? ആ, കൊച്ചിപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് പിന്നെ കുറച്ച് നൂഡിൽസും കഴിച്ചേച്ച് അവിടെ മുറിക്കകത്തുണ്ട്. ഞങ്ങള് വന്നിട്ട് വിളിച്ചേൽപ്പിച്ചതൊന്നും അല്ല കേട്ടോ, അവളൊറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നതാ. ഓ, ഉഫ്, വന്നപ്പോ മുതല് കൊച്ചേ കൊച്ചേ മോളെ മോളെ എന്ന് വിളിച്ച് പുറകെ നടന്ന മനുഷ്യന് ഇറിറ്റേഷൻ. നീ എന്താ മുറിക്കാതിരിക്കുന്നേ? ചേച്ചിമാരുടെ ഒക്കെ ഒന്ന് കമ്പനിയാക്. കമ്പനി കൂടാൻ പറ്റിയ രണ്ട് സാധനങ്ങള്, വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഉഫ്, ആ മൂത്ത സാധനത്തിന്റെ വർത്താനം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിന്റെ ഒരു ഉപദേശവും മനുഷ്യന്റെ പുറകെ നടക്കുവാണ്. എടി, അവര് വെറും പാവാന്നേ. പാവം. അല്ല, നിങ്ങളുടെ ഇളയ പെങ്ങളില്ലേ, അത് സ്കൂളിന്റെ പടി ചവിട്ടിയിട്ടുണ്ടോ? അതാണെങ്കിൽ വെറും പൊട്ടത്തി, ഒരു കൾച്ചറും ഇല്ല. അയ്യേ. അത് ഞാൻ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവര് പഠിക്കാൻ പോവാതിരുന്നേ. എല്ലാരെയും കൂടെ ഏ, പഠിപ്പിക്കാനുള്ള കാശില്ലായിരുന്നു.
ദേ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിതൊന്നും ഇതിനകത്തൊന്നും ഇടപെടാനൊട്ട് താല്പര്യവും ഇല്ല. ഇതൊന്നും എന്നോട്ട് പറയേണ്ട കാര്യവുമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നത്? ഹും. പിന്നെ ഈ സെന്റിമെന്റിലൊന്നും ഞാൻ വീഴൂല. ആ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഉം. പോയി പെങ്ങള് കോന്തൻ. ഇതുപോലുണ്ട് ഒരു പെങ്ങള് കോന്തൻ. പെങ്ങന്മാരാന്ന് പറഞ്ഞ കൾച്ചറില്ലാത്ത രണ്ടെണ്ണം. ആ എടാ, ഞാനേ ഇച്ചിരി പേരയ്ക്ക പറിക്കാൻ വേണ്ടിട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. കൊറേ ഞാൻ അവിടുന്ന് തന്നെ തിന്ന് വയറ് നിറച്ചു. എന്താന്ന് അറിയത്തില്ലടാ, പേരയ്ക്ക മാത്രം പിടിക്കുന്നില്ല അവിടെ ഞങ്ങളുടെ പറമ്പില്. പേര എത്ര പേര വെച്ചെന്നറിയോ? അതെന്നാ കളിയാന്ന് അറിയത്തില്ലടാ ചേർക്ക. അത് ആവുന്നേ ഇല്ല. എല്ലാം ഉണ്ട്. മാങ്ങയുണ്ട്, ചാമ്പങ്ങയുണ്ട്, ഓറഞ്ച് വരെയുണ്ട്. അത് വരെ കായ്ക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് അറിയത്തില്ല, പേര മാത്രം പിടിക്കുന്നില്ല. ആ, ചേച്ചി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ, ചെറുക്കന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ മോളെ, പിന്നെ പേരയ്ക്ക വേണോ? നല്ല പഴുത്ത പേരയ്ക്ക. രാജമ്മ ചേച്ചിയുടെ വീട്ടിലെ പേരയ്ക്ക എന്തൊരു മധുരമാണെന്നറിയാമോ? നല്ല മധുരമാ. ഞങ്ങൾക്ക് അവിടെ പേരയ്ക്കയില്ല, അതാ ഞാൻ പറിക്കാൻ വേണ്ടിട്ട് പോയത്. വേണോ മോക്ക്? കഷ്ടപ്പെട്ട് അയൽവക്കം തേണ്ടി കിട്ടിയതല്ലേ, പോയിരുന്ന് കഴിച്ചോ. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇങ്ങനെ അയൽവക്കത്ത് ഓരോ സാധനങ്ങളും ചോദിച്ച് ഇങ്ങനെ തെണ്ടി നടക്കാൻ വേണ്ടിട്ട്. ഉഫ്, സമ്മതിക്കണം. അയ്യോ മോളെ, അങ്ങനെയൊന്നും അവിടെ ഇവിടെ പോയിട്ടൊന്നും മേടിക്കുന്ന സ്വഭാവമൊന്നും ചേച്ചിക്കില്ല. ഇതിപ്പോ പേരയ്ക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു കുടുംബം പോലെ കഴിയുന്നവരുമാണേ, അതുകൊണ്ടിട്ടാ. മോക്ക് വേണ്ട അല്ലേ? നിങ്ങളോട് ഞാനിപ്പോ മലയാളത്തിലല്ലേ സംസാരിച്ചത്. എനിക്ക് വേണ്ടാന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളെപ്പോലെ ഇങ്ങനെ തെണ്ടി നടന്ന് തിന്നുന്ന സ്വഭാവം എനിക്കില്ല. കൊണ്ട വെച്ച് എവിടെയെന്ന് വെച്ചാൽ തിന്ന്. ശ്ശെ, ഇതുപോലത്തെ കൾച്ചറില്ലാത്ത വർഗങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയല്ലോ. തള്ളി തന്നങ്ങ് കേറി വരും. എന്നൊരു മനേഴ്സ് വേണ്ടേ? എന്നോട് അന്നേ എന്റെ അമ്മാവന്മാര് പറഞ്ഞതാ കല്യാണം വേണ്ട വേണ്ടാന്ന്. അന്നേരം ഞാൻ കേട്ടോ? ഹോ. എന്റെ മുത്തേ, നീ വിഷമിക്കാതെ. ഇനിയിപ്പം അവക്ക് ചിലപ്പോ നമ്മളെ ഒന്നും ഇഷ്ടപ്പെട്ട് കാണുകയല്ല കൊച്ചിനെ. നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള കൊച്ചല്ലേ. അപ്പൊ നമുക്ക് ഈ വിദ്യാഭ്യാസവും ഇല്ല. നമുക്ക് വർത്താനം പറയണ വരെയൊക്കെ സംസാരിക്കാനും ഒന്നും അത്ര അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ ഇനി വരാനൊന്നും നിക്കണ്ട. വെറുതെ അവന്റെ ജീവിതമല്ലേ. പിന്നെ ഇതിപ്പം ആ കൊച്ചു വല്ല ആ കൊച്ചിന്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോ ഒന്ന് വന്ന് അമ്മേനെ കാണാം. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ നമ്മളെ അങ്ങോട്ട് വന്ന് കാണുന്നതിനൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ. കൊച്ചിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ. ഇപ്പൊ ഞാൻ ആ കൊച്ചിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നോട് മുറിയിൽ നിന്ന് പോകാൻ പറഞ്ഞു. ഞാനേ മുറി പിന്നെ തള്ളി ഒന്ന് പൊട്ടാതെ കയറിയേ മുറിയിലോട്ട്. അപ്പൊ ആ കൊച്ചിനത് ഇഷ്ടപ്പെട്ടില്ല. ഇത് എവിടുത്തെ മര്യാദയാന്നൊക്കെ ചോദിച്ചെന്നോട്. ഞാൻ പിന്നെ ഇങ്ങ് പോന്നു. നീ ഒന്ന് കരയാതിരിക്കെ. ഞാൻ പിന്നെ കുറെയൊക്കെ കാര്യങ്ങൾ കണ്ണടയ്ക്കുന്നതാ. പോട്ടെ പോട്ടെ വന്ന് കേറിയിട്ട് ഇപ്പൊ ഒരു മാസമല്ലേ ആയുള്ളൂ. ഒന്നും പറയണ്ടാന്ന് വിചാരിച്ചിട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എന്നോടും ഇങ്ങനെ തന്നെ എന്ത് പറഞ്ഞാലും തറുതല പറയും. ഒരു വല്ലാത്തൊരു സ്വഭാവം. അന്നില്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത് തന്നെയല്ലേ. പിന്നെ ഞാൻ കുറെയൊക്കെ ഇപ്പത്തെ പിള്ളേർ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വിട്ട് കളയുന്നതാ. ഇതിപ്പോ നിങ്ങളോട് ഒന്നിനും ചെല്ലാത്ത നിങ്ങളോടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അന്നപ്പോ മുതൽ അവൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലുമില്ല. ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെ വിട്ടാ പറ്റിയല്ല. ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കണ്ടമ്മേ, എനിക്ക് പേടിയാ. ഉഫ്, ചങ്കിട്ടിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഭയങ്കര പേടിച്ചു പോയി ഞാൻ. ഈ നാത്തൂന്മാരെന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കും ഭയങ്കരികളാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്ത് സഹായത്തിനും എപ്പോഴും ഉണ്ട്. മോളൊന്ന് വിളിച്ചാൽ മതി. എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ദയവ് ചെയ്തിട്ട് എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദേശിച്ച് എന്റെ സൂര്യം കെടുത്താതിരുന്നാ മതി. എനിക്കിങ്ങനെ എന്റെ സെയിം ഇതായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ ഇടപെടാനും താല്പര്യമുള്ളൂ. വെറുതെ ഇങ്ങനെ വന്നപ്പോ മുതൽ ഇങ്ങനെ ഉപദേശിച്ച് പുറകെ നടക്കുവാണ്. നിങ്ങൾക്ക് കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നാ പോരെ. ആ ശരി മോളെ, ഞങ്ങളെന്നാ അങ്ങനെ വരികയില്ല. മോൾക്ക് ഇഷ്ടമില്ലെങ്കിലേ വരികയില്ല. ഇപ്പൊ രാവിലെ വന്നതല്ലേ, നിങ്ങക്ക് പോകാറായില്ലേ ഇതുവരെ? വീട്ടില് പണിയൊന്നും ഇല്ലേ? പൊന്നുമോള് നിർത്തിക്കേ. പൊന്നുമോൾ എങ്ങോട്ടാ ഈ കേറി കേറി പോകുന്നത്? ഏ, അല്ല മോളുടെ പ്രശ്നം എന്താ? ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്യണമെന്നൊന്നും ഞാൻ മോളോട് പറയുന്നില്ല. എല്ലാം ഞാൻ ചെയ്തു തന്നോളാം. കൈ കഴുകി മോള് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് തന്നാൽ മാത്രം മതി. എനിക്ക് ഒരു പ്രശ്നമില്ല. വീട്ടുപണി എടുക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഈ പെരുമാറ്റം കുറച്ച് പ്രശ്നം തന്നെയാ. ഈ പെൺപിള്ളേർ രണ്ടുപേരും നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നീ എന്ന് വെച്ചാൽ അത് നിങ്ങക്ക് ഭയങ്കര ജീവനാ. അങ്ങനെ വളർത്തിയതാ നിന്റെ കെട്ടിയവനെ, താഴെ നിലയം വെക്കാതെ.
അവളുമാര് പഠിച്ചു പോലും ഇല്ല അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിന്റെ കെട്ടിയൻ എന്റെ മോൻ ഉണ്ടാക്കിയതൊന്നും അല്ല. ചെറുതാണെങ്കിലും ഞാനും എന്റെ കെട്ടിയവനോട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ വിളിച്ചോണ്ട് എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഈ പാവങ്ങളാന്ന് വിചാരിച്ചിട്ടാണോ മോൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നേ? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇന്ന് വരെ ഞാൻ ഒരാളോട് മുഖത്ത് നോക്കി ചൂടാകുവോ ദേഷ്യപ്പെടുവോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്റെ മക്കളോട് പോലും. എന്നോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. മോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരെ വിളിച്ച് അങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. എവിടെ വേണേലും പോകും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ രണ്ട് പെമ്മക്കൾ ഒരു നാത്തൂൻ പോലെ എടുക്കുന്നതോ അങ്ങനത്തെ ഒന്നുമല്ല. നല്ല പാവം പിടിച്ച രണ്ടുപേരാ. അവരെന്തെങ്കിലും നിന്നോട് പോരിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും. പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന പിള്ളേരല്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ അവരിങ്ങോട്ട് വരും. അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി വീടാ, അവർക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ അവനെ വിളിച്ചോണ്ട് പോവാം കേട്ടല്ലോ.